ഈ വീഡിയോയിൽ മൈക്രോനേസ് എഫ് നേസൽ സ്പ്രേ എങ്ങനെ ശരിയായി ഉപയോഗിക്കാമെന്ന് ഞാൻ വിശദീകരിക്കാം. ഇതാണ് പ്രൊട്ടക്റ്റീവ് ക്യാപ്പ്, നേസൽ ടിപ്പ്, ആക്ച്വേറ്റർ, പിന്നെ മെഡിസിൻ കണ്ടെയ്നർ. ഈ നേസൽ സ്പ്രേ നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രമേ ഉപയോഗിക്കാവൂ. ഓർമ്മിക്കുക, ഓരോ ഉപയോഗത്തിനു മുമ്പ് സേഫ്റ്റി ക്ലിപ്പ് ഊരി മാറ്റാനും അത് ഉപയോഗത്തിനു ശേഷം തിരികെ വെക്കാനും. ആദ്യം നിങ്ങളുടെ കുട്ടിയെ കൈകൾ കഴുകാൻ പ്രേരിപ്പിക്കുക. അടുത്തതായി ബോട്ടിൽ എങ്ങനെയാണ് മെല്ലെ കുലുക്കേണ്ടതെന്നും ക്യാപ്പ് തുറക്കേണ്ടതെന്നും കുഞ്ഞിന് കാണിച്ചു കൊടുക്കുക. എങ്ങനെ ബോട്ടിൽ പിടിക്കണമെന്ന് കാണിച്ചു കൊടുക്കുക. തള്ളവിരലടിയിൽ, ചൂണ്ടുവിരൽ മുകളിൽ. ബോട്ടിൽ സ്പ്രേ ചെയ്ത് ടെസ്റ്റ് ചെയ്യാൻ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുക. നോസിൽ കുഞ്ഞിന്റെ കണ്ണുകൾ നിന്നും അകലെയായി വെക്കേണ്ടതാണ്. നോസിലിന്റെ അറ്റത്ത് സൂചി കൊണ്ട് ദ്വാരമിടരുത്. നിങ്ങളുടെ നേസൽ സ്പ്രേ മറ്റുള്ളവർ ഉപയോഗിക്കാൻ അനുവദിക്കരുത്. ചെറുതായി പുറത്തേക്ക് മൂക്ക് ചീറ്റാനും നോസിൽ നേരെയാക്കി തല അല്പം മുന്നോട്ട് ചരിക്കാനും കുഞ്ഞിന് കാണിച്ചു കൊടുക്കുക. നോസിൽ മൂക്കിലേക്ക് വെക്കാൻ കുഞ്ഞിന് കാണിച്ചു കൊടുക്കുക. മെല്ലെ ശ്വാസമെടുത്ത് സ്പ്രേ അമർത്തുക. സ്പ്രേ ഉപയോഗിച്ചതിനു ശേഷം മൂക്കിലൂടെ വലിച്ചു കയറ്റാൻ ശ്രമിക്കരുത്. കുഞ്ഞിനോട് വായിലൂടെ മെല്ലെ ശ്വാസം പുറത്തേക്ക് വിടാൻ പറയുക. ഒരിക്കൽ കൂടെ സ്പ്രേ ഉപയോഗിക്കണമെങ്കിൽ ഇതുവരെയുള്ള ക്രമങ്ങൾ ആവർത്തിക്കുക. അടുത്ത നാസാദ്വാരത്തിലും ഇത് ആവർത്തിക്കുന്നതിനായി മറുവശത്തേക്ക് മാറ്റുക. ഉപയോഗിച്ചു കഴിഞ്ഞാൽ നോസിൽ ഒരു വൃത്തിയുള്ള ടിഷ്യൂ കൊണ്ട് തുടച്ച ശേഷം പ്രൊട്ടക്റ്റീവ് ക്യാപ്പ് തിരികെ വെക്കുക. നിങ്ങളുടെ നേസൽ സ്പ്രേ വൃത്തിയാക്കാനുള്ള നിർദ്ദേശങ്ങൾ. എല്ലാ ആഴ്ചയും നേസൽ സ്പ്രേയുടെ നോസിൽ വൃത്തിയാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ബോട്ടിലിൽ നിന്നും വേർപെടുത്തുന്നതിന് നോസിൽ മുകളിലേക്ക് വലിക്കുക. ഒഴുകുന്ന വെള്ളത്തിൽ ക്യാപ്പും നോസിലും നന്നായി കഴുകുക. അതിനുശേഷം നോസിലും ഡസ്റ്റ് ക്യാപ്പും ഇളം ചൂടുവെള്ളത്തിൽ അല്പനേരം മുക്കിവെക്കുക. ബോട്ടിലേക്ക് തിരികെ വെക്കുന്നതിന് മുൻപ് നോസിലും ക്യാപ്പും റൂം ടെമ്പറേച്ചറിൽ ഉണങ്ങാൻ അനുവദിക്കുക. വൃത്തിയാക്കാനുള്ള കൂടുതൽ നിർദ്ദേശങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ മാനുവൽ വായിക്കുകയോ ഡോക്ടറോട് ചോദിക്കുകയോ ചെയ്യാം. കുഞ്ഞുങ്ങളെ നന്നായി ശ്വസിക്കാനും സുഖമായിരിക്കാനും ആത്മവിശ്വാസത്തോടെ വളരാനും സഹായിക്കാം ഓരോ സ്പ്രേയിലൂടെയും. കൂടുതൽ വിശദാംശങ്ങൾക്ക് നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ പിന്തുടരുക. പ്രധാന നിർദ്ദേശങ്ങൾ: ഈ ഉൽപ്പന്നം നിങ്ങളുടെ ഡോക്ടറുടെ ഉപദേശപ്രകാരം ഉപയോഗിക്കുക. ശുപാർശ ചെയ്യുന്ന അളവിൽ കവിയരുത്. മരുന്ന് ഫലിക്കാൻ കുറച്ച് ദിവസമെടുക്കുമെന്നതിനാൽ പതിവ് ഉപയോഗം അത്യാവശ്യമാണ്. നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശം കൂടാതെ ചികിത്സ നിർത്തരുത്. ഈ ഉൽപ്പന്നം നിങ്ങൾക്കായി പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ടതാണ്. ഇത് മറ്റുള്ളവരുമായി പങ്കിടരുത്. ഇത് കുട്ടികൾ കൈകാര്യം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഓരോ ഉപയോഗത്തിനു മുമ്പും നന്നായി കുലുക്കുക. ഇത് ബാഹ്യ ഉപയോഗത്തിനു മാത്രം. മൂക്കിൽ